ചെയ്തു. റുക്കിയ ചെയ്ത് കഴിഞ്ഞ് ആ സിഹർ ഇളക്കിയപ്പോ ആൾക്ക് അറിയാലോ റംലാൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ആയിരുന്നു ശരത്ത്. നമ്മൾ ആ ഫാമിലിയും അവരും മുജാഹിദ് തന്നെയാണല്ലേ. അവര് വിസ്ഡമിന്റെ ആളുകളാണ്, വിസ്ഡമിന്റെ സജീവ ആളുകളാണ്. അവര് ആ പെൺകൊച്ചുണ്ടല്ലോ പക്കാ തീരുമാന കുട്ടിയാട്ടോ. അതെ അതെ അതെ, മാഷാഅല്ലാ മാഷാഅല്ലാ. അല്ല അപ്പൊ അങ്ങനെ അവര് അങ്ങനെ റംലാൻ എന്ന ക്യാരക്ടർ ഹാജറായി. റംലാൻ എന്നുള്ള ഹാജറായി. അപ്പൊ ഞാൻ സിഹറിന്റെ മരുന്ന് കൊടുത്തു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ സിംറ്റംസ് ആയിട്ട് വരുമല്ലോ ശരീരത്തിൽ ആ ബ്ലഡ് ഇല്ലേ, ബ്ലഡ് അല്ല സിഹർ ബ്ലഡ് കളറിലായിട്ട് വരുമല്ലോ. അത് വന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പൊ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോ ഡോക്ടർമാരെല്ലാം ചെക്കപ്പ് ചെയ്തപ്പോ കുഴപ്പമില്ല. അപ്പൊ ബാലുശ്ശേരി അവിടെ പോയായിരുന്നു. സാറ് പോയിട്ട് പറഞ്ഞ ഇങ്ങനെ, കാരണം ഇവര് മുജാഹിദ് ആണ്, എന്നാലും ഈ ഓരോരുത്തർ പല രീതിയിൽ ആൾക്കാരും ഉണ്ടല്ലോ. അപ്പൊ ഉസ്താദ് തന്നെ അവിടെ പോയിട്ട് പറഞ്ഞു എന്താണ് അവര് ചെയ്തതാണ് ചെയ്തത്. പിന്നെ സിഗർ ഇളക്കുമ്പോൾ പിന്നെ ഓരോ സിംറ്റംസ് വരും. പിശാച് പോകുമ്പോ പോവുള്ളൂ. അപ്പൊ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ നമുക്കറിയില്ല. അവര് എല്ലാവരും നല്ല കോണ്ടാക്ട് ആയിരുന്നു. പിന്നെ ആ പെണ്ണ് എന്നെ വിളിച്ചു ഇതൊക്കെ മാറിയിട്ട് ഈ സിഹറിന്റേത്. അതിന്റെ സിംറ്റംസ് എന്താണെന്നറിയാമോ? ശരിക്കും പറഞ്ഞ സിംറ്റംസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണല്ലോ. ഞാൻ ധൈര്യമായിട്ട് അന്ന് നിന്നോന്ന് വെച്ച് കഴിഞ്ഞാല് സിഹർ കൊടുക്കുമ്പോ അവരോട് നമ്മൾ പറഞ്ഞു, കാരണം മെഡിസിൻ കൊടുക്കുമ്പോ അത് പല രീതിയിലാണ് റിയാക്ട് ചെയ്യണത്. 100 സ്ഥലത്ത് നമ്മൾ ചെയ്യണ പോലെയല്ല, ഒരു സ്ഥലത്ത് ചിലപ്പോ വേറെ രീതിയിൽ റിയാക്ട് ചെയ്യും. പക്ഷെ അതിന് തരണം ചെയ്യാനുള്ള കഴിവ് വേണം. അഥവാ സിഹർ ഇളകി കഴിഞ്ഞപ്പോ ആ പെണ്ണെന്ന് പറഞ്ഞ മന്ത്രവാദി പെണ്ണാ സിഹർ ചെയ്ത പെണ്ണ്. അപ്പൊ അവൾ അതിന്റെ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ട് അവള് പോയത്. അത് നമ്മൾ ഇളക്കി അതിന്റെ ചെറിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ലില്ല, അയാൾ അതിന് പിന്നെ ബാലുശ്ശേരി എന്നെ വിളിച്ചു കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് ബാലുശ്ശേരി എന്നെ വിളിച്ചു, ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചു. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ സിഹർ ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ആ വീട് എങ്ങനെ പണിതെന്ന് ചോദിച്ചു അന്ന്. അപ്പൊ ഉസ്താദ് പറഞ്ഞില്ല, ഞാൻ പണിയിപ്പിച്ച വേറെ ഒരു ടീമിനെ കൊണ്ടാണ്, ഒരു ആശാരി ആൾക്കാരെ കൊണ്ട്. അവരെന്താ വെച്ചേന്ന് എനിക്കറിയില്ല. പിന്നെ അതൊരു ഉസ്താദിന് ആ വീട് വിൽക്കേണ്ട ഗതികേടും വന്നല്ലോ. സിഹറുള്ള വീടായിരുന്നു. ബാലുശ്ശേരിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾ എന്നെ വിളിച്ചത്. അപ്പൊ ഉസ്താദ് പറഞ്ഞു എനിക്കത് കിട്ടി, അത് നിങ്ങൾ വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയപ്പോ എനിക്ക് മനസ്സിലായത്. പക്ഷെ ഞാൻ ചെയ്തിട്ട് ഞാന് എന്തായാലും ഒന്നും വെച്ചിട്ടില്ല. ആളെന്തായാലും അത് പണിതപ്പോ ഒന്നും അതിന്റെ അടിയിൽ വെച്ചിട്ടില്ല. ഇത് വേറെ ആശാരി ചെയ്ത പണിയാണ്. അപ്പൊ അങ്ങനെ സംഭവിച്ചാണെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളിതൊക്കെ വലിയ തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ വിസ്ഡമിന്റെ സംസ്ഥാന നേതൃത്വത്തിൽപ്പെട്ട ആളുകളുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ റുഖ്യ ചെയ്തിട്ടുണ്ട് അറിയാം. ഞാൻ പറഞ്ഞു അതെ അതെ അതെ. അപ്പൊ ഞാൻ 3 ദിവസം ചെയ്തിട്ട് പിന്നെ ശ്രീമന്നാലിയുടെ ഒരു ബന്ധുവായിട്ട് നമ്മളെ സെലഫി വിസ്ഡമിന്റെ കൂടെയുള്ള ഈ വിഷയങ്ങളൊക്കെ പഠിച്ച നല്ല റാക്കിയായ ഒരു പെണ്ണിനെ ഹാരിസ് കായ്ക്കോട് തന്നെ വിളിച്ചതാണ് അറിയാം അല്ലേ? ഹാരിസ് കായ്ക്കോടിനെ വിളിച്ചാണ്. എന്നിട്ട് വിളിച്ചിട്ട് ഇതുപോലെ വീട്ടിൽ നിർത്തി, എന്നിട്ട് അവസാനം ആ സിഹറാണെന്ന് അത് ബോധ്യമായി. അത് ഇളക്കി ഛർദ്ദിച്ച് ഇവരാകെ പേടിച്ചു, ആശുപത്രി കൊണ്ടുപോയി. അങ്ങനെ പിരിഞ്ഞു പോയി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് നിഷേധിക്കുകയാണ്. അങ്ങനെ നിഷേധിച്ചാൽ എല്ലാം എന്നുള്ള സത്യമല്ലേ? അപ്പൊ ഞാനതങ്ങനെ പറഞ്ഞതുകൊണ്ട് അല്ലേ, ഞാനവിടെ അങ്ങനെ അവരോട് പറഞ്ഞു എന്നുള്ളൊരു പ്രശ്നമില്ലല്ലോ. ബാലുശ്ശേരി വന്ന സത്യമാണ്, ഇതെല്ലാം സത്യമാണ്. പക്ഷെ അവരിപ്പോ എന്താ കാര്യം എന്നറിയോ? അവരിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ KNMന്റെ കൂടെയുണ്ട്. അവർക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഇതിനൊന്ന് തടി തപ്പണം. ഇപ്പൊ എന്നെ പറ്റി മന്ത്രവാദിയാണ്. ഇപ്പൊ പിന്നെ വിസ്ഡമിൽ നിന്ന് ആളുകൾ വരാത്തോണ്ട് ദേഷ്യത്തിനാണ്. അങ്ങനെ വിസ്ഡംകാരും വന്നിട്ടില്ല, ഒരു ഹാരിസ് കായ്ക്കോട് വന്നിട്ടില്ല, ഒരു ബാലുശ്ശേരി വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരുടെ നിലപാട് അവര് ക്ലിയർ ആക്കുക. അപ്പൊ നിങ്ങൾ തന്നെ ഇവരല്ലാത്ത നമ്മളെ വിസ്ഡമിന്റെ നേതാക്കന്മാർ ആളുകൾ വന്നിരുന്നോ? ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പുറത്തു പറയാൻ പറ്റാത്ത ഒത്തിരി പേര്, ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സ്റ്റേറ്റ് നേതൃത്വത്തിലുള്ളവരാണ്. സ്റ്റേറ്റ് നേതൃത്വത്തിലുള്ള തന്നെ ഒരുപാട് പേര് കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എതിര് നിൽക്കുന്ന ആളാണ്. അന്നൊക്കെ TK ബെസ്റ്റ് ഫ്രണ്ടില് ഈ പറഞ്ഞ സ്റ്റേറ്റ് ലെവലിൽ ഇരിക്കുന്നത് മറ്റേ അവരുടെ ഫാമിലിയില് അവരുടെ വൈഫിനും അയാളുടെ മക്കൾക്കും ഒക്കെ ചെയ്തു കൊടുത്ത ആള്. അവരുടെ മക്കള് 2 പേരും ദായിമാരാ. ഏറ്റവും അടുത്ത ആൾക്കാര് അവർക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ അവർ യുദ്ധക്കാരാണ്. ഇതൊക്കെ കുറച്ച് ബന്ധമായിട്ട് അവരുടെയൊക്കെ ഫാമിലി പോയി വർഷങ്ങളായിട്ട് പോയി ചെയ്തു കൊടുത്താണ്. ഒരുപാട് യുദ്ധക്കാർക്ക് ചെയ്തു.
ആ ആള് വഴി ഒരുപാട് കേസ് വന്നിട്ടുണ്ട് എനിക്ക്. ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കേസുകൾ ആള് ഫോൺ നമ്പർ കൊടുത്ത് പലരും വിളിച്ചിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞിട്ട് വിളിക്കുക, ഉസ്താദ് പറഞ്ഞിട്ട് വിളിക്കുക. ഫൈസൽ ഫൈസൽ മൗലവി ഫൈസൽ മൗലവി നമ്പർ എനിക്കറിയില്ല, എന്റെ കൊടുത്തിട്ടുണ്ട്. എന്റെ അടുത്തേക്കാണ് അധികം വിട്ടിട്ടുണ്ട് അല്ലേ. എനിക്ക് ഈ ചുങ്കത്ര ടീമില്ലേ, ചുങ്കത്ര മുസ്താദ് അങ്ങനെയുള്ള അവരുടെ കേസുകൾ അവരെല്ലാം കേസുകളും എനിക്കാ തന്നുകൊണ്ടിരുന്നത് നല്ല ആക്റ്റീവായ സമയത്ത്. സത്യത്തില് ഇവരിപ്പോ പറയുന്നത് എന്താ, ഒരു സ്റ്റേറ്റ് നേതാവ് ജില്ലാ നേതാവ് ഒന്നും ഇതിന് അംഗീകരിച്ചിട്ടില്ല. ഇത് കുറെ ആളുകൾ ഇഫ്സർ റഹ്മാന്റെ വലയിൽ പെട്ടിട്ട് വെറുതെ കുടുങ്ങിയിട്ട് അങ്ങനെ പിന്നെ ഓലെന്തൊക്കെയോ തെറ്റായി പിന്നെ സക്കറിയ സ്വലാഹിന്റെ ആളുകൾ ചെയ്ത പ്രസിഡന്റുകാർ ആരും അങ്ങനെ വന്നിട്ടില്ല. സക്കറിയ സ്വലാഹി എന്നിട്ട് അത്രയും നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. ഞാന് അവിടെ പോയിട്ട് സക്കറിയ സ്വലാഹി എനിക്ക് കേസ് തന്നിട്ടുണ്ട്. ഞാൻ ശംസുദ്ദീൻ ബാദും കൂടി നേരിട്ട് പോയി കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അയാൾക്ക് പെണ്ണായതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് അന്നപ്പോ അറ്റൻഡ് ചെയ്തത്. പിന്നെ സക്കറിയ സ്വലാഹി മരിക്കുന്നതിന് മുമ്പ് വരെയും വിളിച്ച് എന്നോട് കേസത്. അല്ല ഇവരെ വിശുദ്ധ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ ഭാര്യമാർക്കോ മക്കൾക്കോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഹാരിസ് കായക്കോടിന്റെ കുടുംബത്തിന് ചെയ്യണം, ഭാര്യക്കും വൽക്കൊക്കെ ചെയ്യണമെന്ന് എന്നോട് അന്ന് പറഞ്ഞിരുന്നു. എന്നോടും പറഞ്ഞായിരുന്നു ഇഷ്ടം ഒന്ന് വരാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ അന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരുന്നു എനിക്കിവിടെ. അപ്പൊ ഉസ്താദ് എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഉസ്താദിന് ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഇവിടെ വരാന്ന് പറഞ്ഞു. പിന്നെ ഇവരൊക്കെ പറഞ്ഞിട്ട് തന്നെ കുറെ ആൾക്കാർ ഇവിടെ വന്നു. അവരൊക്കെ എന്താ പറയണ പേര് പറയരുത് ഞാൻ വന്നത്, കാരണം അവർക്ക് നാണക്കേടാണ്. അങ്ങനെ വന്ന ഒരുപാട് പേര് വന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പലവരുടെയും പേര് പലവരും വസീത്ത് ചെയ്ത് പോയേക്കോ, കാരണം പേടിയായിട്ട്. ഒരിക്കലും എന്റെ പേര് പറയരുത്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം നാണക്കേടാണ്. ശരിക്കും ഈ ചരിയന്മാരത് ഞാൻ ഇപ്പൊ പറയുന്നത് വെച്ചാൽ ഞാൻ ഇത്രയും കാലം തെളിവില്ലാത്ത ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും അല്ലാതെ ഒരു പ്രമാണം കൊണ്ട് തെളിവില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ റുക്കിയയിൽ ചെയ്തു. ഇത് വലിയൊരു വിഭാഗം വിശ്വസിച്ചു. വിശുദ്ധന്മാർ പോലും നമ്മളെ കണ്ണേറാണ് സിഹറാണെന്ന് വന്ന് പറഞ്ഞു. പല കുടുംബങ്ങളും ഈ കശ്മിലൂടെ കിട്ടുന്നതൊക്കെ സത്യസന്ധാന്ന് വിശ്വസിച്ച് നമ്മുടെ പോയി. ഇപ്പം ഇവർ പറയുന്നത് ഇതൊക്കെ തെറ്റാണെന്നാണ്. അപ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് പറയും. ഇതൊരു കാലത്ത് നമുക്ക് ഇവർ പറഞ്ഞു തന്നിട്ട് ചെയ്യുമ്പോൾ അപ്പം ഞാൻ എന്ത് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഈ തെറ്റുകൾ മുഴുവൻ നമ്മളെ പഠിപ്പിച്ചത് വിശുദ്ധന്മാരാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനത്തെ നാറിയ ചീഞ്ഞ പരിപാടികൾക്കൊന്നുമില്ല. അതെ, സെൽഫിയായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? സെൽഫിയായിട്ട് വന്നിട്ടുണ്ടോ? സെൽഫി വിഷയത്തിലൊന്നും പിന്നെ അങ്ങനെ റുക്കിയ ചെയ്യിപ്പിക്കാന്നും പറയും. പാരാവുന്ന അപ്പൊ മൂപ്പർക്ക് ഇതിലൊന്നും ആദ്യം താല്പര്യമില്ല. പക്ഷെ അവരെ കൂടെ നിക്കാന്നുള്ളൂ. ഇവര് പറഞ്ഞില്ലെങ്കിൽ ഇവരിപ്പോ ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളായ നമ്മുടെ അടുത്തേക്കും നിങ്ങളുടെ അടുത്തേക്കൊക്കെ എത്ര കേസുകൾ അവർ കൊണ്ടുവന്നു. അതെ, നമ്മളെ പുളിക്കല പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയാണല്ലോ ഇവിടെ നേതാവ്. അവരായിട്ടൊന്നും ബന്ധമില്ലല്ലോ. അവരായിട്ട് അവരുടെ അണികളായിട്ട് ബന്ധമുണ്ട്, അയാളായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. അവരുടെ കുടുംബത്തിലാക്കിയുള്ള ചുങ്കത്ര അവന്റെ ഹോസ്റ്റലില് വെച്ചാണ് അയാളുടെ ഹോസ്റ്റലിൽ വെച്ചിട്ട് എന്റെ മോക്കല്ല എന്റെ എന്താണ് മോന് ജിന്നു കൂടിയത്. അപ്പൊ ഞാൻ അവിടുത്തെ വാർഡിന് വെച്ച് അവരുടെ ഹോസ്റ്റലിൽ വെച്ച് റുക്കിയ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഹോസ്റ്റലിൽ കൂടിയ പെണ്ണുങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചുങ്കത്ര മാറി വന്നെങ്കിലും ഇപ്പോഴും വിശുദ്ധമക്കാരുടെ കയ്യിലാണല്ലോ അല്ലേ അത്? അതിപ്പോഴും വിജയനിലേക്ക് വന്നു. പക്ഷെ അന്ന് അവര് അനുവാദം തന്നായിരുന്നു എനിക്ക് അവിടെ വന്ന് രഹസ്യമായിട്ട് ചെയ്യാൻ അനുവാദം പറഞ്ഞു. ഞാൻ പോയി പല ആൾക്കാരെ അവരുടെ വീടുകളിൽ പോയി ചെയ്തിട്ടുണ്ട്. ശരിയാണ്. ഇപ്പൊ ജമാൽ ചെറുവാടി ഞാനൊക്കെ ഇപ്പൊ വിഷയം പഠിക്കുന്നതിന് മുമ്പ് ജമാൽ ചെറുവാടിന്റെ അടുത്ത് ഞാൻ റുക്കിയക്ക് ആളെ കൊണ്ടുപോയിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം ഈ കയ്യുമ്മൽ ചരട് കെട്ടുന്ന വിഷയമൊക്കെ ഉണ്ട്. ജമാൽ ചെറുവാടി അതെ ക്ലാസ് എടുത്തിരുന്നു. ആ ക്ലാസ് നിങ്ങളുണ്ടായിരുന്നോ? അന്ന് ഞാന് അങ്ങനെ ബന്ധമില്ല, പക്ഷെ അറുക്കി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ തുടങ്ങിയ സ്റ്റാർട്ടിങ്ങാണ് ആ സമയത്ത്. ഞാൻ ഏകദേശം 2013-14 ഞാൻ ആക്റ്റീവായിരുന്നു. അത്യാവശ്യം കേസുകൾ ദിവസം ഒരു 10 കേസൊക്കെ അടിച്ചിട്ട് വരുമായിരുന്നു. പിന്നെ വർക്ക് നല്ല വർക്കായിരുന്നു. പിന്നെ എന്നാ വെച്ചാൽ അവസാനമായപ്പോഴും
എന്റെ ഫാമിലി പ്രശ്നം വന്നപ്പോ എന്നെ അതിൽ കയറി പിടിച്ചു. ശരി. എന്നെ പിന്നെ പല അതല്ല, ഈ നമ്മളെ റുക്കിയ ഫീൽഡിൽ ഇറങ്ങിയ ആളുകൾക്കൊക്കെ ഓരോ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അത് സത്യമാണ്. അതെന്താ കാര്യം ശരിക്കും അറിയാവോ? അത് നമ്മുടെ ഈമാൻ ചില സ്ഥലത്ത് നമ്മളവിടെ എന്താ ഈമാൻ കുറവ് വരും. ആ ഈമാന്റെ ഒരു സിറ്റുവേഷനിൽ പിശാച് കയറി പിടിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോ ചെറിയൊരു ശിർക്കും വിധത്തും നമ്മൾ ചെയ്യില്ല, പക്ഷെ നമ്മൾ ഹറാമിലേക്ക് പോകും. എന്നെ അങ്ങനെ തന്നെയാ പിടിച്ചേ. ഞാന് 10 വർഷത്തോളം ഈ വിശദംകാര് നമുക്ക് ഇതിലേക്ക് ആവേശം തന്ന് ഇതിന്റെ സൂചനകൾ തന്ന് നമ്മളെ ഈ വിഷയത്തിലേക്ക് ഇറക്കി വിട്ട ആ കാലഘട്ടത്തിൽ മുതൽ ഇപ്പൊ അൽഹംദുലില്ലാ ഞാനിപ്പോ കഴിഞ്ഞ മാസം ഇത് ബോധ്യപ്പെട്ടത് വരെ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ ഞാൻ നിർത്തി. അപ്പൊ അത്രയും ഞാൻ പറയട്ടെ അപ്പൊ അത്രയും കാലം ഞാൻ ചെയ്തു നിന്നിട്ട് എനിക്ക് അൽഹംദുലില്ലാ ഇത്രയും കാലമായിട്ട് എന്റെ കുടുംബത്തിലൊരു പ്രശ്നങ്ങളോ അത് പക്ഷെ അത് ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈമാനും തഖ്വയും കൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പോണോണ്ടാണ്. പൈശാചികമായിട്ട് പിശാചിൽ നിന്ന് രക്ഷ അല്ലാഹു നിങ്ങൾക്ക് തരുന്നുണ്ട്. മെയിൻ കാരണം നിങ്ങൾ തഖ്വയാ. ആ തഖ്വയിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇപ്പൊ നമസ്കാരം ഇല്ല, ഖുർആൻ പാരായണം ഇല്ല, ദിക്ർ. ഇപ്പൊ ഞാൻ ഈ വിഷയങ്ങൾ ഈ വിശദംകാര് ഈ വിഷയത്തിൽ വളരെയധികം മോശമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു, ഇതിന് തെളിവുകൾ ചോദിച്ചു. തെളിവുകൾ ചോദിച്ചപ്പോഴാണ് ഇവർക്ക് ഒന്നിനും തെളിവില്ല. അതുപോലെ നമ്മളോട് അടിക്കണം എന്ന് പറഞ്ഞതിന് തെളിവില്ല, ഓതി വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞതിന് തെളിവില്ല, പിന്നാണ് ഇതിന് തെളിവില്ല, അതേപോലെ തന്നെ ഈ സംസാരിക്കുന്നതിന് തെളിവില്ല, ഇസ്ലാമിക്ക് അവരെ കൊണ്ടുവരുന്നതിന് തെളിവില്ല, അവരെ കത്തിച്ച് കളയുന്നതിന് തെളിവില്ല, ഒന്നും തെളിവില്ല. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ ഇത് കേരള ജമിയത്തുൽ പറഞ്ഞ KNM പറഞ്ഞ റുഖിയ ശർഇയ്യ എന്താണ് ഖുർആൻ ഓതി കൊടുക്കുക, മന്ത്രിച്ചു കൊടുക്കുക, അതുപോലെ അതന്നെയല്ല ഇപ്പം നിങ്ങളും പറഞ്ഞതിപ്പോൾ ഇതിനെ ചുരുക്കി കൊണ്ടുവന്നപ്പോഴെന്ന് ചോദിച്ചപ്പോൾ അതന്നെ ഉള്ളൂ, മറ്റതൊക്കെ തെളിവില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എങ്കിൽ പിന്നെ ഇത്രയും കാലം ഒരുപാട് ആളുകൾ നമ്മൾ വഴി വഞ്ചിക്കപ്പെട്ടു, എങ്കിൽ പിന്നെ ഞാൻ നിർത്തൂല, ഇത് ഞാൻ പറയുന്നു പറഞ്ഞപ്പോൾ അന്നെ തൊരി വിരിച്ച് കാണിക്കുന്നു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നല്ലൊരു അഭിമുഖം കൊടുത്തു. പോയാൽ ഇസ്ലാഹ് പാഠശാല എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, ഒരു സലഫി ചാനലാണ്. അവർക്കോട് ഞാൻ പറഞ്ഞു എനിക്ക് KNMന്റെ വേദിയില്ല, എനിക്ക് വിസ്ഡമിന്റെ വേദിയില്ല, എനിക്കൊരു വേദിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും കാലം ചെയ്ത പ്രമാണവിരുദ്ധമായ കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുകയാണ്. ഇതിനെന്നെ പിന്നിലേക്ക് വലിച്ചവരും ക്ഷണിച്ചവരും മുഴുവനും ഈ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ആളുകളാണ്. അതിലൂടെയാണ് ഞാൻ സത്യത്തിൽ ഇഫ്സർ റഹ്മാൻ പോലെയുള്ള ആളുകളിലേക്കും തെറ്റായ പല കാലകീലകളിലേക്കും കിസ്സകളിലേക്കും തെജിർബയിലേക്കും ഒക്കെ ഞാൻ പോയത്. അൽഹംദുലില്ലാ ഇപ്പം അതെല്ലാം എനിക്ക് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാൻ തിരുത്തുകയും ഈ ആളുകളുടെ കപടമുഖങ്ങൾ തിരിച്ചറിയുകയും ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അതെ, അപ്പോഴാണ് ഇവരെ ജില്ലാ സ്റ്റേറ്റ് നേതാക്കന്മാർ പോലും എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയി ഒക്കെ ചെയ്തിട്ടുണ്ട്, ജാമ്യ ഇതിലേക്ക് വരെ എന്നെ വിളിക്കാൻ ഇവരൊരു കേസിൽ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം ഇവരിപ്പോൾ നിഷേധിക്കുകയാണ്. ഇല്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ എത്ര ആളുകൾക്ക് വിസ്ഡമിന്റെ എല്ലാ ജില്ലാ സ്റ്റേറ്റ് പണ്ഡിതന്മാരിൽ വരെ ഇപ്പൊ അവരെ നിഷേധിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? ഇല്ല. പക്ഷെ ഞാൻ പറയും വല്ലാഹിയാണ്, സത്യസന്ധമാണ്. കാരണം എന്നോട് അത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഞാനത് അറിഞ്ഞിട്ടുണ്ട്, അതേപോലെ എനിക്കും അനുഭവങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു സമയത്ത് നിങ്ങളായിരുന്നു അവിടെ ആദ്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയ സമയത്ത് സാജി തിരൂരങ്ങാടിയുടെ അടുത്തായിരുന്നു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അതെ, സത്യമാണ്. നിങ്ങളുടെ റുഖിയ കേട്ടിട്ട് അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞാനും ആ സമയത്ത് നിങ്ങളെ പറ്റി കേട്ടുക്കണു. അത് ഗ്രൂപ്പിൽ നിങ്ങളുടെ പേരുണ്ടായിരുന്നു, ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ നിങ്ങളുണ്ട്. അതിൽ നിന്ന് നിങ്ങളുടെ വോയിസും ഒക്കെ എനിക്ക്, കാരണം ഞാൻ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. റുഖിയ ചെയ്യുന്നവർക്ക് മാത്രമേ ആ ഗ്രൂപ്പിൽ അന്ന് ആടുള്ളൂ. അന്ന് തൊട്ടേ ഞാൻ അറിയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കേസുകൾ നിങ്ങൾ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു. ചെന്നൈന്നൊക്കെ പലരും വന്നിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, അവർ ചെയ്തിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. അപ്പൊ അന്നൊരു കാലത്ത് നിങ്ങളായിരുന്നു അൽഹംദുലില്ലാ ഹൈറിക്ക്. അന്ന് ഇവർക്കും വിദ്യാർത്ഥികൾക്കും നിങ്ങൾ വേണമായിരുന്നു. ഒറ്റയ്ക്ക് നിങ്ങൾ സംഘടനാ ബേസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ തള്ളിക്കളയുന്നത്. അതാണ് സത്യം. പക്ഷേ വേറെ അന്നും കേരള ജമിയത്തുൽ KNM സത്യത്തിൽ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അത് ക്ലിയറായിട്ട് മനസ്സിലാക്കണ ഒരാളും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇവരെ വസ്വാസ് കേട്ടിട്ട് വന്ന KNMമാരുണ്ടാവും. ഒരുപാട് പേരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. ഇന്നാള് ചെയ്യുന്നുണ്ട്, ഇന്നാള് ചെയ്യുന്നുണ്ട്, ഇന്നാളിട്ട് പോകണം. ഈ അടുത്ത കാലത്ത് പോലും ഉസ്താൻ അറിയില്ല, മറ്റേ അബൂന്നറിന്റെ അടുത്ത് ഉസ്താ പോയില്ലേ പാലക്കാട്, അതുപോലെ ഞാനാ അബൂത്താനടുത്ത് ഞാനാ പറഞ്ഞത്. ഞാൻ അതിനെ കല്യാണത്തിന് വിളിച്ചു, അവിടെ നമ്മുടെ സാഹചര്യത്തിൽ ചങ്ങാടി ഉണ്ട്. അതേപോലെ പല കേസും പലർക്കും നിങ്ങൾ നമ്പർ കൊടുക്കുന്നു. ഞാൻ നിങ്ങൾ വിളിക്കണം എന്ത് കാര്യം. പക്ഷെ ഇനി എന്തായാലും അവരോട് ഇനി ആർക്കും കൊടുക്കും വേണ്ട. അൽഹംദുലില്ലാ ഞാൻ സത്യത്തിൽ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ തൗബ ചെയ്തു റബ്ബിനോട്.
2 നിസ്കരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവരെ പേടിച്ചാണോ അല്ല 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 ഒരിക്കലല്ല. അതായത് ഇവരാണ് നമ്മൾ വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ. കാരണം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല KNM-ൽ നിന്ന് പിളർന്നു പോരുന്ന സമയത്ത് കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാർ ഇവരായിരുന്നു. ഈ സക്കറിയ സ്വലാഹി, അബൂബക്കർ സലഫി, ഹംസ മദീനി, ഷമീർ മദീനി, ഇവരൊക്കെ. ഈ ഫൈസൽ മുസ്ലിയാർ പിന്നെ ഞാൻ അന്നേ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അദ്ദേഹം ഒരു മൂലിയാർ സംസ്കാരത്തിലാണ് ഇപ്പോഴും ഉള്ളത്. അയാളാണ് ഈ ഫിത്തനകൾ മുഴുവനും ഏറ്റവും കൂടുതൽ ഉഴപ്പിച്ച ആള്. അപ്പം അതിൽ നിന്ന് ഞാൻ പിൻപറ്റി പോകുന്നത് ഇത്രയും കാര്യം ഞാൻ റുഖ്യ ചെയ്തപ്പോൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഹറാമും കുഫറും ശിർക്കും മന്ത്രവാദവുമാണ് എന്ന് ഇപ്പം അവർ വിളിച്ചു പറയാണ് എനിക്കെതിരെ. അതായത് KNM അവർക്ക് നേരെ പറഞ്ഞപ്പോൾ അവരെന്താ ചെയ്ത് എനിക്കെതിരെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ വിഷയം എന്ത് ചെയ്തു പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവരടുത്ത് പോയപ്പോഴാണ് എന്ത് പറയുന്നത് അതിനൊരു തെളിവില്ല, അടിച്ചിറക്കാൻ തെളിവില്ല, അതേപോലെ തന്നെ ഒന്നിനും തെളിവില്ല. നമ്മളിന്ന് ചെയ്തിരുന്ന ആകെ തെളിവുള്ള കാര്യം ആകെ ഖുർആൻ ഓതി കൊടുക്കുക, റസൂലിന് ദിക്റുകൾ ചെയ്ത് കൊടുക്കുക, അത്രത്തോളം. അതേപോലെ മതപരമായ കാര്യം ഉപദേശിക്കുക, അത്രത്തോളം. ഇനി ഏറിയാൽ ഉഖ്റുജ അദു അല്ലാതെ ശത്രു പുറത്തു പോകും. അതിനപ്പുറത്തേക്ക് പറയാനേ പാടില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇതിനപ്പുറം നമ്മളെ കണ്ടം ചാടിച്ച് ഇത് ചെയ്ത ആളുകൾ, ഇത് മുഴുവൻ ചെയ്യിപ്പിച്ച ആളുകൾ ഇതിന് തെളിവില്ലാതെ തന്നപ്പോൾ തന്നെ ഞാൻ ആലോചിച്ച് പടച്ചോനെ, അപ്പോൾ ഇത്രയും വർഷം നമ്മൾ ചെയ്തതിൽ കുറേ ഹലാലും കുറേ ഹറാമുണ്ടല്ലോ, ഷിർക്കിലേക്ക് പോകുന്നത് ഷിർക്കിലേക്ക് എത്തിയതും ഉണ്ടല്ലോ. പിന്നെ മാത്രമല്ല ഇതിന് പിന്നെ ഞാൻ വീണ്ടും ആലോചിച്ചു ഇങ്ങനെ റാക്കിയായി ഇരിക്കാനും സെൻറ്റർ സ്ഥാപിക്കാനും തെളിവുണ്ടോ? കാരണം ഇതൊക്കെ നമ്മളോട് പറഞ്ഞാണ് വലിയ റാക്കിയാണ്, അള്ളാൻ്റെ ജുനൂദുകളാണ്, അള്ളാൻ്റെ പട്ടാളക്കാരാണ്. അതേപോലെ സക്കറിയ സ്വലാഹിയും അന്ന് സക്കറിയ സ്വലാഹിയും ഷംസുദ്ദീൻ ബാത്തും അതേപോലെ അബൂബക്കർ സലഫിയൊക്കെ പറഞ്ഞല്ലോ സെൻറ്റർ സ്ഥാപിക്കണം, സെൻറ്റർ സ്ഥാപിക്കന്നെ വേണം. അതെ. അപ്പൊ ഇതിനും ഞാൻ തെളിവ് നോക്കിയപ്പോൾ ഇതിനും തെളിവില്ല. അപ്പൊ പിന്നെ ഒരു റാക്കിയായി ഇരിക്കുന്നതിലും അതിലൂടെ കുട്ടികളെ നോക്കുന്നതിലും ആ സമ്പത്ത് ഞാൻ സ്വീകരിക്കുന്നതിലും എന്തർത്ഥമുള്ളത്? അതുകൊണ്ട് റബ്ബേ എനിക്ക് നീ പുറത്തു തന്നെ എന്ന് പറഞ്ഞ് 2 റക്അത്ത് ഞാൻ നമസ്കരിച്ച് എന്നിട്ട് ഞാൻ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് പിൻവാങ്ങി ഇന്നു മുതൽ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് അത് ഇസ്ലാമിക് പാഠശാല എന്ന് പറഞ്ഞ ഒരു സെലഫി സൈറ്റിൽ പബ്ലിക്കായിട്ട് കൊടുത്തും ചെയ്തു. ഇനി എനിക്കപ്പുറം ചെയ്യാനില്ല. എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. ഓൾറെഡി മനസ്സിലായത് നിങ്ങൾ പറഞ്ഞ പോലെ അന്നേ ഞാൻ ചോദിച്ചത് അൽഹംദുലില്ലാ മരിക്കുന്നതിന് മുമ്പ് ഷംസുദ്ദീൻ തന്നെ നമ്മളെന്തായാലും ചോദിച്ചു സാർ എനിക്ക് അതിനുള്ള മറുപടി തരാണ്ട ആളും മരിച്ചുപോയി. ഞാനത് ഇപ്പോഴും ഓർക്കും. എനിക്ക് മറുപടി ഇപ്പോഴും തന്നിട്ടില്ല. അന്നാളും പറഞ്ഞ് എനിക്ക് തരാമായിരുന്നു, ഇതുവരെ തന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ക്ലിയർ ആയിക്കോ, നിങ്ങൾ പറഞ്ഞത് അതാണ് സത്യമാണ്. മാഷാഅല്ലാഹ്. ഒന്നുമില്ല. മാത്രമല്ല ഞാൻ ഈ വിഷയത്തിലേക്ക് എത്തുന്നതിന് എങ്ങനെ അറിയോ? ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഷിർക്കല്ല, ഹറാമും വസീലത്ത് ഷിർക്കമാകുള്ളൂ എന്നൊരു വാദം ഇവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ച് പടച്ചോ, നമ്മൾ മടവൂരികൾക്ക് മറുപടി പറഞ്ഞ കാലത്തും അനസിന് മറുപടി പറഞ്ഞ കാലത്തും ഖുറാഫിയക്ക് മറുപടി പറഞ്ഞ കാലത്തൊന്നും ഇങ്ങനെ ഒരു സിദ്ധാന്തം, ഇങ്ങനെ ഒരു സത്യം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഇതെന്താ ഇവരിങ്ങനെ അങ്ങനെ ഇവരോട് അന്വേഷിച്ച് ഇവർ പറഞ്ഞു അയ്യും ആദറും ഖാദറുമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടിട്ട് ചോദിച്ചാൽ ഷിർക്കാവൂല, വസീലത്ത് ഷിർക്ക് ഹറാമാവുള്ളൂ എന്നാണ്. പക്ഷേ ഇങ്ങനെ പോലും പറയുന്ന നിലവാരത്തിലേക്ക് എത്തിയല്ലോ ഇവര്. അപ്പൊ ഒന്ന് ആലോചിച്ചു. അപ്പൊ എന്താ ഈ അപ്പൊ ഇത് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഹറാമും ഷിർക്കുവാണെങ്കിൽ പിന്നെ ഇനി ജിന്നുകളെ നമ്മളെ ഹാജരാക്കി സംസാരിക്കലും അവരായിട്ടുള്ള ഇടപാടുകളൊക്കെ തെറ്റെന്നായിരിക്കൂലേ? അപ്പോഴാണ് റബ്ബെ ഞാൻ ചോദിച്ചത് ആദ്യം ഇവരോടാണ്. അപ്പൊ ഇവർക്ക് പറയണ ഇതൊക്കെ അത് KNM ശക്തമായ പ്രമാണം കൊണ്ട് അവരെ നേരെ അടിച്ചു. അതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ മാതൃസംഘടന പറഞ്ഞതിലേക്ക് തിരിച്ചു മടങ്ങുകയാണ് ശരിക്കും ഇതാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ KNM-ൽ നിൽക്കണം വേണ്ടതെന്നല്ല പ്രശ്നം. പക്ഷെ മാതൃസംഘടനയായ നമ്മളെ ജമിയത്തുലമയും അതിന്റെ പോഷക സംഘടനകളും പറഞ്ഞതാണ് ഖുർആനും സുന്നത്തും ഏറ്റവും യോജിച്ചത് എന്നുള്ളത് നമുക്ക് തെളിയാണ്. അൽഹംദുലില്ലാഹ്. അതിന് പിന്നെ എന്നെ കുറെ ചീത്ത ഇസ്റഹ്മാനെ കുറെ ചീത്തറിട്ട് കാര്യമില്ല. കാരണം ഇസ്റഹ്മാൻ ഉണ്ടാക്കിയതും ഇസ്റഹ്മാൻ പ്ലാറ്റ്ഫോം കൊടുത്തതും സുബൈർ ഡോക്ടറും ഒക്കെ വിശദം വന്നതാണ്. സുബൈർ ഡോക്ടർ ഒക്കെ അങ്ങനെയാണ്. പിന്നെ സുബൈർ ഡോക്ടർ, ഞാന്, മന്നാനി, നമ്മളെല്ലാം വന്ന അങ്ങനെയല്ലേ. അതിന് നമ്മുടെ കൂടെ അന്ന് സക്കറിയ സ്വലാഹി ഉണ്ട്, അന്ന് നമ്മളോട് ഇഫ്ലൂർ റഹ്മാൻ ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അന്ന് എല്ലാം കൂടെ എല്ലാരും ഒരുമിച്ച് പോയത്. അതാണ് മാത്രമല്ല വിശദംകാരി നമ്മളെ ഉള്ളിൽ നിന്ന് എല്ലാം സഹായിക്കുന്നുണ്ടെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ചെയ്യണം ഈ വിശദംകാരി എന്താ പറയണെന്നറിയോ? ചെയ്തു കൊടുക്കും പറഞ്ഞ് അവരിവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്നിട്ട് നമ്മൾ ഈ ഛർദിപ്പിക്കണ കാണുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ഈ ഹാജരാക്കിയിട്ട് ഇത് ഇന്നതാണ്, സിഹറാണ്, ഇത് കണ്ണേറാണ്, ഇത് ശൈത്താൻ കയറിയതാണ്, ഇത്ര വർഷമായിട്ടുണ്ട്, ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തലയാട്ടി സമ്മതിച്ചു പോകല്ലേ ഇവര്?
അതെ അതെ തീർച്ചയായിട്ടും അത് തെറ്റല്ല, അത് പ്രമാണത്തിലില്ലാത്ത നിങ്ങൾ പറയരുത് അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്ന. അന്ന് അവര് പറഞ്ഞതില്ല, ആരും പറഞ്ഞിരുന്നില്ല. അന്ന് അവര് നമ്മളെ കണ്ടതേ, എന്നെ കണ്ടത് ഒരു ബീവിയായിട്ടാണ് കണ്ടത്, മനസ്സിലായി? ജിന്നി ബീവി തങ്ങളുടെ കുടുംബത്തിലെ പെണ്ണും അതെന്നെ വിശ്വസിച്ച് അങ്ങനെയാ. അല്ല, ആ അവസ്ഥയിലേക്ക് നിർഭയത്വം നഷ്ടപ്പെട്ട് തൗഹീദ് പോയി ശരിക്ക്. അതന്നെ സത്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാരണം മറ്റുള്ളവര് നമ്മളെ വേറെ അന്ധമായിട്ട് വിശ്വസിക്കും. മാത്രല്ല നമ്മളാണ് തെളിവില്ല, അപ്പൊ നമ്മൾ ചെയ്ത ശരിക്കും ശിർക്കായില്ലേ. പിന്നെ അതുപോലെ നമ്മൾ റുക്കി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇത് എത്ര വർഷത്തെയാണ് ഇവരെയാണ് കാണിക്കുമ്പോൾ നമ്മളത് അവരോട് പറയും. അപ്പൊ അതൊക്കെ ഇവര് നമ്മൾ സപ്പോർട്ടായിരുന്നു. ഇവര് നമ്മളോട് പറയും കുഴപ്പമില്ല, അയ്യോ അതാ ഇതാണ് മറ്റാണ് മറിച്ച്. ഇപ്പൊ പറയുന്നത് മന്ത്രവാദമാണ്, ഇപ്പൊ പറയണത് വേറെ പരിപാടിയാണ്. ശരിയാ, ഇത് നമ്മളെ ഇറക്കി കൊണ്ടുവന്ന ഇവരാണ്, പഠിപ്പിച്ച ഇവരാണ്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച ഇവരാണ്. അല്ലെ ഇവര് പറഞ്ഞത് പണ്ഡിതന്മാർക്കിടയിൽ ഇവര് ഒരാളെങ്കിലും ഒരാൾ വേണം. ശരിയാണ് ശരിയാണ്. അതാണ്. എന്നിട്ട് അവരത് ഔദ്യോഗിക തലത്തിലൊന്നും കാണിക്കാതെ ഉള്ളിലൂടെ നിങ്ങളെ പോലെയുള്ള ആളുകളെ ഒക്കെ ആക്കി മാറാം. വേറെ ആർക്കുണ്ട്. അതെ 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 ചിലർക്ക് മാത്രമേ വരാത്തെ, അതന്നെ തന്നെ തന്നെ. ചിലർക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. നമ്മുടെ ഉദയമന്നാനില്ലേ, ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പോഴും കാണാൻ പറ്റില്ല കണ്ടുകൊണ്ട്. ഓൻ എന്നെ പറഞ്ഞ എന്തെന്ന് പറഞ്ഞ പ്രോത്സാഹിപ്പിച്ചെന്നുള്ളതാണ് പ്രത്യേകമായിട്ട്. അതൊക്കെ ശൈത്താനിയത്തിന്റെ കഴിവാണത്. എന്നിട്ട് എന്നോട് പറയാ, നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ തന്നെ അത് കഷ്പാണ്, അപ്പൊ പുറത്ത് ആരോടും പറയരുത്. ചെയ്ത് അതേ പറയാതിരിക്കോ? നമ്മൾ റുക്കി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ പാമ്പായിട്ട് വരും, ചിലപ്പോ ആനയായിട്ട് വരും, പലരും പറയാറുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോ ഒരു അടിസ്ഥാനമില്ല ഇതിനൊന്നുമല്ല, വെറും കഥകളാണ്. എന്താ ചെയ്യാ റബ്ബേ? എല്ലാം നമ്മൾ അതിൽ പെട്ടുപോയി. സത്യം മറ്റേ വിസ്ഡമിന്റെ മറ്റേ ആള് കാര്യം ഏതാണെന്ന് പറയാം. യാസർ പകരം അല്ലാതെ വേറെ ആളെ പറഞ്ഞല്ലോ വിസ്ഡമിന്റെ സലീമുണ്ട്, പിന്നെ വേറൊരുത്തരുണ്ട്, അവന്റെ പേര് നമ്മൾ, അവനാണ് ഇച്ചിരി സ്റ്റാറായിട്ട് നിൽക്കുന്നത്. അവപ്പോഴും വിസ്ഡമിനുള്ളത് തന്നെ വിസ്ഡമിലായിരുന്നു, പക്ഷെ പുറത്തു പോയത് ഇപ്പൊ വിസ്ഡമില്. അല്ല, അമുസ്ലിങ്ങൾക്ക് റുക്കിയ ചെയ്യുന്ന നമ്മളെ ഇതില് ഇപ്പൊ ഈ സഫാൻ സലായില്ലേ പൂച്ചാക്കല്, അവനെ ഇതിലൊക്കെ ഇപ്പൊ നിഷേധിക്കുന്നുണ്ടല്ലോ. അവനൊരു കാലത്ത് ഉണ്ടായിരുന്നു, അവനും എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ. അവന് ഞാനൊക്കെ നല്ല കമ്പനി ആയിരുന്നു ഒരു സമയത്ത്, അവൻ പൂച്ചാക്കലുള്ളപ്പോ. അവൻ ചെയ്തൊരു വീട്ടിൽ ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. പൂച്ചാക്കിൽ അവനൊരു വീട്ടിൽ ചെയ്തിട്ട് കുറച്ച് പെണ്ണുങ്ങളുടെ കേസായിരുന്നു, 150 പേരുണ്ട്. എന്നിട്ട് എന്നെ വിളിപ്പിച്ചു. ആദ്യം ചെയ്തിട്ട് സഫ ചെയ്തിട്ട് ശരിയാവുന്നിട്ട് എന്നെ വിളിപ്പിച്ചു. കാരണം പെണ്ണുങ്ങളല്ലേ. എന്നിട്ട് ഞാൻ പോയി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സഫ എന്നിട്ട് മണ്ണിന് കുളിച്ചിട്ട് വരെ അവനെടുത്തോണ്ട് പോയി. കുളിച്ചിട്ടിട്ട് എടുത്തു കൊടുത്തു. ചെയ്ത വസ്തു സഫാൻ സലാഹി പൂച്ചാക്കല് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പറയുന്നത് അങ്ങനെ ഒരു സംഗതി ഞാൻ ചെയ്തിട്ടില്ല. അല്ല, അവിടെ എന്താ രണ്ട് കുടുംബം ഭയങ്കര തെറ്റി. അതില് ഇവനാണ് കാരണക്കാരെന്ന് കേന്ദ്രന്മാരവിടെ പറഞ്ഞപ്പോ അത് തെറ്റാണ്, ഞാൻ അതിലേക്ക് ഒന്നും ഇടപെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പറയുന്നുണ്ട്. അവനൊക്കെ അന്ന് മേടിച്ച ഫീസൊക്കെ എനിക്ക് എത്രയെന്ന് അറിയാം. അവനൊക്കെ അന്ന് ടോപ്പ് ഫീസാ മേടിച്ചത്. അവൻ ചെയ്തിട്ട് ശരിയാവേണ്ട എന്നെ ആ വീട്ടിൽ പോകണ്ട. ഞാൻ 3 ദിവസം ആ വീട്ടിൽ നിന്നു. ഇപ്പൊ അവനൊന്നും വിളിക്കലൊന്നും ബന്ധമൊന്നുമില്ലല്ലോ. ഇല്ല, ഇപ്പൊ അതിനുശേഷം നമ്മളെ പ്രൊമോട്ട് ചെയ്ത് തള്ളി വിട്ട് ചാവർ ബോംബുകളാക്കി വിട്ട് അവസാനം നമ്മളിതേ ഒരു മൂലക്കിരിക്കുന്നു. ഇപ്പോൾ വേണ്ടില്ലേ മൂലക്കിരിക്കേണ്ട അവസ്ഥ വന്നില്ലേ? നിങ്ങൾ ഈ പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ എന്റെ കൂടെ വന്നവരോട് പറഞ്ഞ ഒരുപാട് ആ വ്യക്തിനെ എല്ലാവരും ഹരാസ് ചെയ്യണേ. അല്ല, എനിക്ക് അൽഹംദുലില്ലാഹ് ഞാൻ ഈ നിലപാട് പ്രഖ്യാപിച്ച് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ എനിക്ക് പഴയതുപോലെ തൗഹീദ് പറയാനുള്ള അവസരങ്ങൾ വേണം. അതിനി ആരാണോ തരുന്നത് ആ അവസരം ഞാൻ ഉപയോഗിക്കും. അത്രേ ഉള്ളൂ. അതായിരുന്നു നമ്മളെ പേര്. ഇനി അതിലേക്ക് മടങ്ങുക അതന്നെ. പക്ഷെ വിസ്ഡം ഇപ്പൊ വിസ്ഡം വിഭാഗം ഇപ്പോഴും ഇതൊക്കെ എത്ര തെറ്റാണ്, ഇതിന് തെളിവില്ല എന്ന് അവർ പറഞ്ഞാലും അവരുടെ അനവധി ആളുകളുടെ മനസ്സിൽ ഈ വിശ്വാസം കയറി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റുക്കിയ സെന്റർ അടച്ചുപൂട്ടിയാലും നിങ്ങൾ അടച്ചുപൂട്ടിയാലും ഇവര് ഇനിയും ഇവരെ ആളുകൾ തന്നെ റുക്കിയ ചെയ്യുന്ന ആളുകളായി മാറും. അടുത്ത ആൾക്കാരുണ്ട്, അവർ പ്രൊമോട്ട് ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെയാ സംഭവിച്ചത്. അപ്പൊ ശരിക്കും ഇവർക്കൊന്നും ഇതില് വിശ്വാസം ഉണ്ട്, പക്ഷെ സമൂഹത്തെ പേടിച്ചിട്ടും കേന്ദ്രങ്ങളെ പേടിച്ചിട്ടും ഇതില്ലാന്ന് പറയാണ്. ശരിക്കും പറഞ്ഞാൽ ലോകമാന്യത എന്ന് പറഞ്ഞ ശിർക്കല്ലേ അതെ 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 ജനങ്ങളെ. അപ്പൊ പിന്നെ അവരെ ശിർക്ക് സംഭവിച്ചെന്നല്ലേ സത്യം. ലൈവായിട്ട് കാണുന്ന കേസല്ലേ. അപ്പൊ എന്നിട്ട് അവര് പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല. ഇതാണ് ഈ ലോകമാന്യത പോലും ശിർക്കിൽ പെടും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് അവർ വെച്ച് തുടങ്ങി. അപ്പൊ നമുക്കത് മനസ്സിലായി നമ്മൾ തിരിച്ചു മാറി. എനിക്ക് പിടിയിട്ട് എനിക്ക് അതിനുള്ള തക്കവില്ല. പിന്നെ മാത്രമല്ല ഇതൊക്കെ ചെയ്യാനും ശരിക്കും നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം സത്യം. ഒരു തെളിവില്ല. ഓതാനും മന്ത്രിച്ചൂതാനും മാത്രമേ. അല്ല, അപ്പൊ ഇതന്നെയുള്ള കേന്ദ്രം നമ്മളോട് പറഞ്ഞത്. അപ്പൊ അത് ധിക്കരിച്ച് പുറത്തു പോകുന്നല്ലേ ഇവര്.
എന്നിട്ട് ഇവരാണ് ഇതൊക്കെ പറഞ്ഞത്. അതെ അതെ പല ആൾക്കാരും ഇപ്പൊ കേരളത്തിലേക്ക് തിരിച്ചു പോണത്. മാഷാഅല്ലാഹ് മടങ്ങി. അതെ, എനിക്ക് എന്റെ മനസ്സ് പോലും ഇപ്പോ കേരളത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ ഞാൻ ആ അവര് പറഞ്ഞ നിലപാടിലേക്ക് മടങ്ങിയില്ലേ. അല്ല, എല്ലാരും നിങ്ങൾ മടങ്ങിയില്ലേ? എത്ര ആള് മടങ്ങി? നമ്മൾ 10,000 ആൾക്കാർക്ക് ബുക്ക് ചെയ്ത് ആൾക്കാരല്ലേ. നമുക്കൊരു മാറ്റം വന്നെങ്കിൽ അത് തീരുമാനമല്ലേ. എന്നൊരു കാര്യമുണ്ട് നമ്മൾ നമ്മൾ നന്മയാന്ന് പറഞ്ഞ ദുഃഖി ഇത്രയും വർഷം ചെയ്തത്. ഈ നന്മയിൽ ഒരുപാട് ബാത്തിലുണ്ടായിരുന്നല്ലോ. അതെ, ഒരുപാട് ബാത്തിലുണ്ട്. അതുപോലെ ഒരുപാട് ഹറാമുകളുണ്ട്. ഇപ്പോഴും നമ്മുടെ വിശ്വാസം ഷിർക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴും. അതെ, നമ്മളെ മനസ്സിൽ അള്ളാഹു അല്ലാത്ത ഒരാളിൽ നമ്മൾ പങ്കു ചേർക്കുന്നില്ല എന്നൊരു വിശ്വാസം നിലപാട് നമുക്കുണ്ട്. പക്ഷെ ആ പങ്കു ചേർക്കുന്നത് നമ്മൾ ഈ മലക്കിന്റെ ജിന്നിന്റെ വിഷയത്തിൽ, ഈ കശ്മിന്റെ വിഷയത്തിൽ നമ്മൾ പങ്കു ചേർത്തിട്ടുണ്ട്. അതെ അതെ, അതിനെ നമ്മൾ തൗബ ചെയ്ത്, ഞാൻ അതിനാണ് തൗബ ചെയ്തത്. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തൗബ ചെയ്താൽ അത് കഴിഞ്ഞു. എനിക്ക് തൗബ മാത്രം പോരാ. കാരണം എൻ്റെ സംസാരം വിസ്ഡമിൻ്റെ പ്രഭാഷണ വേദിയിൽ ഈ വിസ്ഡം വിഭാഗം എന്നെ കൊണ്ട് ഈ കുഫറും ഹറാമും ഷിർക്കും പറയിപ്പിച്ചിട്ട് ഞാനത് ആയിരക്കണക്കിന് ആളുകൾ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ എനിക്ക് ഇനി അതേപോലെ ഒരു വേദി കെട്ടിയിട്ട് ഈ ആളുകൾ എന്നെ വഞ്ചിച്ചതാണ്, ചതിച്ചതാണ്, അതുകൊണ്ട് ഈ താടിയും ഈ സലഫിയത്തും പറഞ്ഞ് ഈ വലിയ പിന്നെ ജാമ്യയിലും തിരിഞ്ഞ് മറ്റുണ്ടെന്ന് പറഞ്ഞിട്ടും എത്ര ആയാലും ഇതെല്ലാം കണ്ട് നിങ്ങളാരും വഞ്ചിതരാകണ്ട. ഇതിന്റെ അകത്തളത്തിൽ ഇന്നും ഈ പഴച്ച വിശ്വാസം ഉണ്ട്. അതുകൊണ്ട് ഞാനത് ജന്നത്തുൽ പറഞ്ഞ തീരുമാനത്തിലേക്ക് മടങ്ങി രക്ഷപ്പെട്ടതുപോലെ മടങ്ങിക്കോളൂ എന്ന് പറയാനാണെങ്കിൽ എനിക്ക് വേദി കിട്ടിയാൽ ഞാൻ വിചാരിച്ചു. അതല്ല ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മളടുത്ത് വന്ന് വിസ്ഡംകാര് ഇത് കണ്ടിട്ട് മാഷാഅല്ലാഹ് എന്ന് പറയല്ലാതെ ഉഷാറാണ് പറയല്ലാതെ പറച്ചവൻ അവർക്കറിയില്ല. കാരണം അവർക്കും അറിയുന്നില്ല. കാരണം ഇത് നമ്മളെ പണ്ഡിതന്മാര് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അവര് വിസ്ഡമിന്റെ വലിയ നേതാവാണല്ലോ. പക്ഷെ അയാള് ശരിക്കും പറഞ്ഞ പണ്ഡിതൻ. നിങ്ങളുടെ അത്ര പോലും അയാൾക്ക് അറിയില്ല. അറിയാവോ നിങ്ങൾക്ക്? അല്ല, മൂപ്പരൊക്കെ റുക്കിയൊക്കെ വിളിച്ചത് പറഞ്ഞതല്ലേ നേരത്തെ. പിന്നെ അയാളൊക്കെ അതല്ല പറഞ്ഞ അയാളുടെ കൂട്ടത്തിൽപ്പെട്ട വിസ്ഡമല്ലേ അയാളുടെ ചെയർമാന്റെ വീട്ടിലാണ് ഞാൻ ചെയ്തത്. സ്റ്റേജ് ചെയർമാനാണ് എന്നെ അയാളുടെ വീട്ടിലേക്ക് വിളിച്ചത്. അയാൾ എന്റെ വീട്ടിലും വന്നിട്ടുണ്ട്. ഇവരൊക്കെ പേര് പറയാനുള്ള ബുദ്ധിമുട്ടല്ലാതെ ഇപ്പൊ നിങ്ങൾ നിഷേധിക്കുന്നേക്കാളും ഇരട്ടി എന്നെ നിഷേധിക്കും. പക്ഷെ ആ ഇടക്ക് ഞാൻ വിസ്ഡംകാരനെ ഞാൻ വിട്ടു പോയായിരുന്നു. ഞാൻ ആദ്യം മുതൽ തന്നെ വിസ്ഡംകാരനെ. കാരണം വെച്ചാൽ എന്നാന്ന് രഹസ്യമായിട്ട് വീട്ടിൽ വരിക, പരസ്യമായിട്ട് പറയും ബുക്ക് ചെയ്യാൻ പാടില്ല എന്നും പറയും. അത് വന്നപ്പോ തന്നെ ഞാൻ പതിയെ തിരിഞ്ഞ്. പിന്നെ എനിക്ക് ശംസുദ്ദീപാലത്തിന്റെ കുറെ ക്ലാസ്സുകൾ കേട്ടപ്പോഴേ കാര്യം മനസ്സിലായി. ഞാൻ പതിയെ അവരിലേക്ക് തിരിഞ്ഞു തുടങ്ങി. ശംസുദ്ദീപാലത്തും തന്നെ എന്നോട് പറഞ്ഞിട്ട് ഞാനും നിർത്തി. അയാൾ ഏകദേശം ഇതിൽ പെട്ട് ഇടങ്ങേറായിരുന്നു. അയാളും നിർത്തി. അയാളും അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏകദേശം വന്നപ്പോ ഞാൻ പിന്നെ ഏകദേശം എല്ലാവരുടെ ബന്ധം കുറച്ച് പിന്നെ നമ്മൾ വിട്ടായിരുന്നു. പ്രശ്നമുള്ളൂ. അപ്പൊ മൊത്തത്തിൽ പോയി. അപ്പൊ ഇപ്പൊ തൗഹീദ് ഉണ്ടെന്ന് പോലും പറഞ്ഞപ്പോ അവര് വിശ്വസിക്കില്ല. നമുക്ക് തൗഹീദ് ആ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോ അതുകൊണ്ടാണ് ടീമുണ്ടല്ലോ നമ്മളെ ഷുറൂത്തികൾ എന്ന് പോലും പറയണം. അവര് സത്യത്തിൽ ഈ വിഷയത്തിലൊക്കെ മാഷാഅല്ലാഹ് സൈലന്റ് ആയി, ആയിരിക്കൊന്നും പോയില്ല. പക്ഷെ അവര് എന്റെ അടുത്തേക്ക് ഇഷ്ടംപോലെ റുക്കിയക്ക് അവരെ സ്ഥാപനത്തിൽ പഠിക്കാൻ വന്ന് നിൽക്കുന്ന കുട്ടികളെയും കൊണ്ട് അവർ രക്ഷിതാക്കള് അവിടുത്തെ മർക്കസിൽ മൊഹ്സിനദി ഉസ്താദിന്റെ മർക്കസിലൊക്കെ നിൽക്കുന്ന അവിടെ കൊല്ലത്തുനിന്നും മറ്റൊന്നും വന്ന് വീടെടുത്ത് കോട്ടേഴ്സ് എടുത്ത് താമസിക്കുകയാണ് ഇൽമ നേടാൻ വേണ്ടി. എന്നിട്ട് അവരെ മക്കള് അവരെ ഭാര്യമാര് എന്റെ അടുത്ത് വരുന്നുണ്ട് റുക്കിയക്ക്. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഈ പഴച്ച പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ് അവര്, നിങ്ങൾ പോകരുത്. അപ്പൊ ഇവരും ഭാഗികമായിട്ട് ഉള്ളിനുള്ളിൽ ഇവരും ഇത് അംഗീകരിക്കണ്ടോ അതോ തള്ളിക്കളയണ്ടോ എനിക്കറിയില്ല. എല്ലാവരും ഇവരുടെ കൂട്ടത്തിലുണ്ട് ഈ റുക്കി ചെയ്യുന്ന ആൾക്കാർ. എന്നിട്ട് അവര് പറയുന്നത് ഞങ്ങൾ അവരെ തള്ളിക്കളഞ്ഞു. ഇവർക്ക് പരാതിയില്ല. ഇവര് മറ്റുള്ളവരെ പറഞ്ഞും വിടുന്നുണ്ട് ഇവരുടെ അടുത്തേക്ക്. അങ്ങനെയുള്ള ടീമും ഉണ്ട്. ദമ്മാജികളും എനിക്കറിയാം. ദമ്മാജികളും അറിയാം ചെയ്യുന്നവരെ. ആ ദമ്മാജികളും ഉണ്ട്. അവരുടെ കോണ്ടാക്ട് ഉണ്ട്. മിക്ക ആൾക്കാരുണ്ട്. ഇവരൊക്കെ ചുമ്മാ നമ്മളെ നമ്മളെ മർക്കസ് സാബ എന്ന് പറഞ്ഞ പണ്ട് മടപൂരികൾ എന്ന് പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും നിങ്ങളടുത്ത് വന്നിരുന്നോ? മടവൂരികളുടെ കേസ് വന്നിട്ടില്ല. മടവൂരികള് അങ്ങനെ വന്നിട്ടില്ല. ഞാൻ മടവൂരികൾക്ക് വരെ ചെയ്തിട്ടുണ്ട്. അല്ലല്ല, ഞാൻ അവർക്ക് ചെയ്തിട്ടില്ല. മടവൂരികൾ എന്തായാലും ഇവിടെ വന്നിട്ടില്ല. കേണന്മാര് വന്നിട്ടുണ്ട് ഇഷ്ടംമാര്. അവര് രഹസ്യമായിട്ട് തന്നെ പറയും ഞാൻ വന്നത് ഒരിക്കലും പറയരുത്. കാരണം പള്ളിയിലെ അതൊക്കെ സത്യത്തില് ഈ വിസ്ഡം വിഭാഗത്തിന്റെ ആളുകളിലൂടെ കിട്ടിയ ഒരു ആവശ്യമില്ലാത്ത വിശ്വാസം പേറിയിട്ട് വന്നാണത്. കാരണം യഥാർത്ഥ കേന്ദ്രം നിലപാടുള്ള ഒരാൾ വരൂലല്ലോ. അവർ ഈ വിഷയത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള മറുകണ്ഠ ചാടിയിട്ടില്ല. അവനോ ഖുർആൻ ഓതാൻ അറിയുന്നത് സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു വിഷയം ഇതിലുള്ളൂ. സ്വയം ചെയ്യേണ്ട കേസേ ഉള്ളൂ. അതാണ് അതിനൊരു സെന്ററായി, ഒരു റാക്കിയായി, ഒരു വീതിയുമായി, ഒരു ഉസ്താദായി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആഴ്ചക്ക്
സുന്നികൾ ചെയ്യുന്ന അതേ പരിപാടിയിലേക്ക് നമ്മളും വന്നില്ലേ? മാത്രമല്ല നമ്മൾ കാരണം എന്നോട് ചോദിച്ചത് കേരള ജമിയത്തുൽ പുസ്തകത്തിൽ എന്നോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. നിങ്ങൾ ഇന്ന ആശുപത്രി ഇന്ന ആയത്ത്, സിഹറിന് ഇന്ന ആയത്ത്, കണ്ണേറിന് ഇന്ന ആയത്ത്, സിനക്ക് ഇന്ന ആയത്ത്, എന്നിട്ട് അത് ഇത്ര തവണ കേൾക്കുക, ഇത്ര തവണ ചെയ്യുക, ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഈ പിന്നെ മാന്ത്രിക ദോഷ കണക്കിൽ പറയുന്ന ആളുകളുടെ കണക്കുണ്ടല്ലോ, വെയിലത്ത് ഇന്ന സ്ഥലത്ത് കൊണ്ട് ഇന്നേ കുഴിച്ചിട്ട് എത്ര ദിക്കർ ഇത്ര വട്ടം ചെല്ലുക, എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതിനെ വിദേഹത്ത് ഹറാമോ ശിർക്ക് എന്ന് പറയാൻ പറ്റുമോ? ശരിയാണ്. നമ്മൾ പറയും ഇത് ഇബിന് തൈമിയ പറഞ്ഞു, മറ്റേവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, ഓരോ അതേപോലെ പറയും, ഗസാലി പറഞ്ഞു, മറ്റേവര് പറഞ്ഞു, ഇവര് പറഞ്ഞു. അപ്പൊ പിന്നെ എന്തടിസ്ഥാനം? അതാണ് സത്യത്തിൽ കേന്ദ്രന്മാർ ചോദിക്കുന്നത്. അപ്പൊ ശരിക്ക് പൂർണ്ണമായിട്ട് ഉറച്ചു നിന്നൊരു ധൈര്യസമയം നമുക്ക് നിർഭയത്വമുള്ള തൗഹീദും നിർഭയത്വമുള്ള ഒരു ആദർശം പറയണമെങ്കിൽ ഇപ്പൊ മനസ്സിലായി കേരളത്തിൽ നിന്റെ പഴയ ആ പാരമ്പര്യത്തിൽ നിന്നാൽ മതി. അതാണ് സത്യം. അതേ ഉള്ളൂ. മാഷാ അല്ലാ. അതെ. ഇല്ല മടവൂരിയാലും പിന്നെ അതിനൊക്കെ നിഷേധിക്കുന്നുണ്ട്. സിഹർ ബാധിച്ചവരെ നിഷേധിക്കും. പക്ഷെ കേന്ദ്രം ഒന്നും നിഷേധിക്കുന്നില്ല. മാത്രമല്ല അതിന് ബുദ്ധിമുട്ടുന്ന ഒരാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് മന്ത്രിക്കണോ പ്രാർത്ഥിക്കണോ തെറ്റല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി ഇതേപോലെ സെന്റർ ഇടുക, ഒരു റാക്കിയാന്ന് പറയുന്നത്, അതിന് ഫീസ് വെക്കുക, എന്നിട്ട് കയ്യിലും കാലിലും നൂല് കെട്ടുക, അടിച്ചിറക്കുക. എത്ര ഫീസ് ഇവര് തന്നെ നമ്മളോട് പറഞ്ഞില്ല നിങ്ങൾ മേടിക്കണം, കാരണം ഇത് മേടിച്ചേ പറ്റുള്ളൂ, എന്നാൽ ഇതിന്റെ വില അറിയാൻ പറ്റുള്ളൂ. ഹോസ്പിറ്റലിൽ പോയിട്ട് കോളേജിൽ പോയാൽ ഓപ്പറേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ ലക്ഷങ്ങൾ മേടിക്കും. അപ്പൊ അവർ മേടിക്കണം എന്തുകൊണ്ടാണ്? അവര് ചികിത്സ ചെയ്യുന്നുണ്ട്. അപ്പൊ അതേ ഒരു പവർ നമുക്ക് തന്നില്ലേ? പൈസ മേടിക്കാൻ പറയാം. നമ്മളെ ചെന്നൈ ഫാറൂഖൊക്കെ ശരിക്കും നമ്മൾ ആദ്യം തന്നെ വിസ്ഡമിൽ തന്നെ ആദ്യമൊക്കെ ഫാറൂഖ് ഹബീബ് ഒക്കെ ഞങ്ങളൊക്കെ വിസ്ഡം തന്നെ ആയിരുന്നു. പിന്നെ വിസ്ഡംകാർ അന്ന് തന്നെ ഓനൊക്കെ തട്ടിയിരുന്നു. അല്ല ഇത് പുറത്തിറങ്ങുമ്പോ ചീച്ചൽ മാത്രല്ല. ആമീൻ. ഇനി നമ്മളെ ജീവിതമാർഗവും മൈഷത്തൊന്നും നമുക്ക് പ്രശ്നമല്ല. അതല്ല, അത് അള്ളാഹു എന്തെങ്കിലും മാർഗം തരും. അത്രേ ഉള്ളൂ. അല്ല മാത്രമല്ല നമ്മൾ ഈ ഫീസ് വെച്ച് റുക്യ ചെയ്ത കാലത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഇഖ്ലാസും ഖുശൂവും ഭയഭക്തി ഉള്ളതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് ഇപ്പോഴെങ്കിലും ഇതാത്തൊന്ന് നേരെ വഴിയിൽ എത്തിക്കുക. നേരെ മറിച്ച് നമ്മളതിനെ വേറെ നീയത്ത് മാറ്റിയ ആളുകൾ ഇപ്പോൾ അവർ കച്ചവടാക്കിയില്ലേ? അല്ല, അവരിപ്പോ സ്ഥാപനം സെറ്റിലാക്കി. അതെ, അവരൊക്കെ സ്ഥാപനം സെറ്റിലാക്കി, അവര് ID വെച്ചു, അവര് അഡ്രസ് വെച്ചു, അവര് പിന്നെ അതിന്റെ എല്ലാ സൈക്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെ. പിന്നെ നമ്മുടെ അതാണ് ഇവരുടെ കൂടെ സഹദാരാണ് തമിഴ്നാട് വിസ്ഡമിന്റെ കൂടെ. അവരിപ്പോ തമിഴ്നാട് മൊത്തം അവന്റെ ഇല്ല. ഇപ്പോൾ ഇവിടെ വരുമ്പോ വിസ്ഡം തന്നെയാണ് അല്ലേ? അല്ല അവന് വിസ്ഡമിന്റെ തന്നെ നമ്മുടെ ഇവരില്ലേ ജിയാപടക്കര അവരുടെയൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട്. അവർ തന്നെ ബന്ധപ്പെട്ട ഒരുപാട് ബന്ധപ്പെട്ട ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇനി ചോദിച്ച ഒരാളും മൈൻഡ് ആക്കിയില്ല. അല്ല, അത് കുഴപ്പമില്ല. അതൊക്കെ ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളതാണ്. ഇതുപോലെ പല ആളുകൾ അടുത്തും പോയിട്ടുണ്ട്, എനിക്കറിയാം, ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയാം. അതൊന്നും നിങ്ങൾ നിഷേധിച്ചാലും അള്ളാഹു എന്റെ ലോകത്ത് നിഷേധിക്കാൻ പറ്റില്ല എന്ന് പറയാം. ബാലുശ്ശേരി എന്ന് പറഞ്ഞെന്താന്ന് സിഹർ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ വീട്ടിൽ സിഹർ ബാധിച്ചു എന്ന് ഇപ്പഴാ മനസ്സിലായത്. ബാലുശ്ശേരിക്കും സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞിരുന്ന അന്ന് അയാൾ പറഞ്ഞു ബാലുശ്ശേരിന്റെ വീടിനും അയാളുടെ വീട്ടിൽ ബാധിച്ചുകൊണ്ടല്ലേ. അല്ല, അയാൾക്ക് കടബാധ്യത വന്നിട്ട് വെച്ചല്ല. അതാ പറഞ്ഞു, ഇയാൾ കടബാധ്യത വന്നിട്ട് ആ വീട് ഇട്ടിട്ട് പോയപ്പോഴല്ലേ ഹാരിസ് മൗലവി മേടിച്ചിട്ട് മറ്റൊരു താമസിച്ചത്. അത് എന്നോട് അന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കിങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ഏകദേശം മനസ്സിലായി. പിന്നെ അതുപോലെ ഞാൻ ഇതിന്റെ അടിയിലൊന്നും വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു, ഉസ്താദ് ഈ വീടിന്റെ അടിയിൽ നിങ്ങൾ ഒരു കല്ലിന്റെ ഇടയിൽ ഒരു സാധനം ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞു അത് ഞാൻ വെച്ചിട്ടില്ല. അത് അന്ന് ഞാൻ കശ്മീരിലൂടെ പറഞ്ഞാണ്. അയാളോട് പറഞ്ഞു. ഞാനത് പറഞ്ഞപ്പോ ആ വീട്ടിൽ ചെന്നപ്പോ അത് ഭയങ്കര തീരുള്ള വീടത്. ആ വീടല്ലേ ഹാരിസ് കായ്ക്കോട് എടുത്ത്? അതാ പിന്നെ എന്നിട്ട് അവിടെ മുക്കിയ ചെയ്യിപ്പിച്ചില്ലേ കൊറേ? പിന്നെ ചെയ്യിപ്പിച്ചില്ല. അയാൾക്ക് ഇടങ്ങേറായിരുന്നു ആ വീട്. ഒന്നും ആലോചിച്ച് നോക്കി. സുന്നിയാള് പറയണ പോലെ ഓരോ വീട്ടിൽ അസ്വസ്ഥത, പ്രശ്നം, ഇതൊക്കെ ഈ വിഭാഗം പറഞ്ഞ് വിശ്വാസം ഉള്ളിനുള്ളിൽ കയറ്റിയത് കൊണ്ടല്ലേ
എല്ലാവർക്കും ഈ ഷെറുണ്ടെന്ന് തോന്നുന്നു. നമ്മള് മെന്റലായി പോയി. നമ്മൾ ഏകദേശം ഒരു മെന്റലിന്റെ അവസ്ഥ നമ്മൾ നിന്നില്ലേ. എന്തൊരവസ്ഥ. ഒന്നും വേണ്ട, ഒരു തലവേദന വന്ന് അപ്പൊ പറയും നമ്മൾ ആശാസ്യ. അല്ലാണ്ട് നമ്മൾ ആരെങ്കിലും പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ ആരെങ്കിലും പറയാമല്ലോ. നമ്മുടെ മെന്റൽ അവസ്ഥയിലേക്ക് വന്നു. അല്ല എന്റെ അടുത്ത് വരുന്ന വിഷ്ണംകാരുടെ ഒക്കെ സിംറ്റംസുകൾ ഇതുപോലുള്ള സിംറ്റംസുകളാണ്. എന്നിട്ട് അതൊക്കെ കണ്ണേറാണ്, സീറാണ്. എന്നിട്ട് നമ്മൾ ഓതുമ്പോ അത് നമ്മൾ തന്നെ പറയും കണ്ണേറാണ്, നമ്മൾ തന്നെ പറയും കണ്ണേറാട്ടോ എന്ന് പറയും, സീറാട്ടോ എന്ന് പറയും. പിന്നെ വേറെ രീതിയിൽ ഇത് കെരിയും തന്നെ കയറുന്ന കേസാണ് അതാണെന്ന് പറയും. നമ്മളിങ്ങനെ ആയി നമ്മളൊരു അന്ധവിശ്വാസിയായി നമ്മൾ ഇവരെ അതിലെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതാണ് സത്യം. എന്നിട്ട് ഇവര് വഴി അടുത്ത ആൾക്കാർ അത് ഇവർക്ക് ഇനി ഒരിക്കലും നമ്മളിത് വിളിച്ചു പറഞ്ഞാലും ഇവര് പബ്ലിക്കിൽ നിഷേധിച്ചാൽ ഇവരുടെ ഉള്ളിൽ നിന്ന് ഈ വിശ്വാസം ഇവർക്ക് മാറ്റാൻ കഴിയില്ല. അത്രത്തോളം ഈ വിസ്ഡം പണ്ഡിതന്മാര് ഈ റാക്കിമാരിലൂടെ ശരിക്കും ഈ ഷെർ ഇവിടെ കുത്തിവെപ്പിച്ചു. ശരിക്കും കളിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വെച്ചോണ്ട് എന്നിട്ട് ഇത് ഇസ്ലാമിക ചികിത്സയാണ്. സൗദി അറേബ്യയിൽ സെന്റർ ഉണ്ട്, കുവൈത്തിൽ സെന്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സത്യത്തിൽ ഹുസൈൻ സലഫിനൊക്കെ ഞാൻ എത്ര പരിഹസിച്ചിരിക്കണറിയോ ഈ വിഷയത്തില്. എന്നോടന്ന് പറയുന്നത് അവിടെ ജിദ്ദയിലെ ഒരു സെന്റർ റെഡിയാക്കി തരാം, നിങ്ങൾ വരുമോ, വണ്ട ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. അവര് ആര് വിശദംകാര് അവിടെ അല്ലേ? വിശദംകാര് പറഞ്ഞ എനിക്ക് അവിടുത്തെ വിസ്ഡമിന്റെ ഇസ്ലാമിക് സെന്റർ അവരെ കേറഫില് അവിടെ ക്ലിനിക്ക് എന്നോട് പറഞ്ഞ അങ്ങോട്ട് വരുവാണ്. അവിടെ പെണ്ണുങ്ങളുണ്ട് ഇഷ്ടംമാരി. ഇവിടത്തെക്കാളും കൂടുതൽ പൈസ അവിടെ കിട്ടണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ പാസ്പോർട്ട് എടുത്ത് നിങ്ങളെ കൊണ്ടുപോവാം. എന്നിട്ട് വല്ലപ്പോഴും 3 മാസത്തിലൊക്കെ ലീവ് ഒക്കെ കിട്ടുമ്പോ വരണ്ട. അങ്ങനെയൊക്കെ ഇവര് എനിക്ക് സപ്പോർട്ട് ചെയ്താണ് ഒരു സമയത്ത്. കാരണം അന്ന് നമ്മളിങ്ങനെ ജ്വലിച്ച് നിൽക്കുമല്ലോ. അതെ ഞാനൊക്കെ അന്ന് ഒരുപാട് എന്റെ ഒരു വോയിസ് ഉണ്ടല്ലോ, ഒരു 4 മാസത്തിന് 70 റുപ്യ ചെയ്തു പറഞ്ഞിട്ട്. അതൊക്കെ നമ്മുടെ കേന്ദ്രമാര് വരെ ഇട്ടിരുന്നു. അല്ല അതല്ല ഞാൻ പറയാം, അത്രത്തോളം പബ്ലിസിറ്റി കേന്ദ്രമാര് എന്റെ പേരിൽ കൊടുത്തിട്ട് പോലും അന്ന് പോലും എന്നെ വിളിച്ചിട്ട് സാധ്യത ഇത്രത്തോളം റൊക്കിയൊന്നും ചെയ്യരുത്, ഒരു സഹായം നൽകാനെങ്കിലും ഓതി കൊടുക്കുക അതേ ഉള്ളൂ എന്ന് അന്ന് പോലും പറഞ്ഞിട്ടില്ല. ആ ചരണിയിൽ ഫാറൂഖിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു മരണം നടന്നില്ല. അന്ന് ഇവർ പേടിച്ചിട്ട് കായക്കൊടിയും അനസൊക്കെ എന്തെങ്കിലും എന്നെ കുറിച്ച് പറ്റിയാൽ ക്ലിപ്പിടുമെന്ന് പേടിച്ചിട്ട് എന്നോട് നിർത്താൻ പറഞ്ഞു. അല്ലാതെ പ്രമാണത്തിലില്ലാന്ന് അന്നും പറഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്ക്. ഇവരെല്ലാം കൂടി നമ്മളെ കൊണ്ട് ഈ കുഴി കൊണ്ട് ചാടിച്ച് അവസാനം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാലിട്ടടിക്കേണ്ട അവസ്ഥ വന്നില്ല. ഇപ്പൊ ആരെങ്കിലും നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ ഞാൻ ഇന്നമായി റബ്ബി സയ്യദി എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. അവനൊക്കെ മാർഗം കാണിച്ചിരുന്നു. മാത്രമല്ല ഞാനൊരു ചാവേറായി ഇവരിൽ കത്തിപ്പൊട്ടിയത് കൊണ്ട് ഞാൻ ഇനി ഇൻഷാ അല്ലാഹ് ഒരു ദീനിന് വേണ്ടി കത്തിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമായി മാറാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ രംഗത്തിറങ്ങി ശക്തമായി അന്ധവിശ്വാസത്തിനെതിരെ പറയും. അത് പറയും. അത് കേൾക്കുമ്പോൾ ചിലപ്പം കേൾക്കുമ്പോൾ എനിക്ക് എന്റെ തൊലിക്ക് അസ്വസ്ഥത ഉണ്ടാവും, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു പുളിപ്പുണ്ടാവും. അതുപോലെ മറ്റുള്ള ഇഫ്സുറഹ്മാനും റുക്കിയ കേൾക്കുന്ന പല ആളുകൾക്കും പുളിപ്പുണ്ടാവും. പക്ഷെ അത് ആലോചിച്ചിട്ട് കാര്യമില്ല. ഒരു 7-10 ആളുകളുടെ ഒരുപാട് ആൾക്കാര് അവരതിൽ രക്ഷപ്പെടുത്തണം, നശിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ കൊടുക്കണം. ഇനി പുസ്തകം ആലോചിച്ചേക്കാം. നമ്മളിപ്പോ ഇത് ക്ലോസ് ടിപ്പ് ഇട്ടാലും ഒരു പക്ഷെ നമ്മൾ ചെയ്തു കൊടുത്തില്ലേ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറാൻ താമസം കൊടുക്കും. അതിന് നമ്മൾ കുറ്റക്കാരല്ല. കാരണം നമുക്കിത് പറയാം, തൗബ ചെയ്ത് മടങ്ങി നമ്മൾ പറഞ്ഞാൽ ക്ലിയർ ആയി.